സാവി ഹെർണാണ്ടസ് പുറത്താക്കപ്പെട്ടതോടെ അടുത്ത സീസൺ മുതൽ ബാഴ്സലോണയിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ കാലമാണ്. ജർമ്മൻ കോച്ച് എത്തുന്നതോടെ ബാഴ്സലോണയിൽ കാര്യമായ മാറ്റം ഉറപ്പ്. ബയേൺ മ്യൂണിക്കിൻ്റെ പരിശീലകനായിരുന്ന ഫ്ലിക്കിന് കീഴിൽ ബാഴ്സ പുതിയ തന്ത്രങ്ങളുമായാണ് കളിക്കുക. ഇതുകൊണ്ട് തന്നെ തൻ്റെ ഗെയിമിന് അനുയോജ്യരല്ലാത്ത താരങ്ങളെ ഫ്ലിക്ക് പറപ്പിക്കുമെന്നുറപ്പ്. പകരം താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. ലഭിക്കുന്ന സൂചനകൾ പ്രകാരം നിലവിലെ സ്ക്വാഡിൽ ഉൾപ്പെട്ട 3 താരങ്ങളെ ഫ്ലിക്കിന് താല്പര്യമില്ല. സ്ട്രൈക്കർ ഫെറാൻ ടോറസ് ആണ് ഒന്നാമൻ. ടോറസുമായി കരാർ പുതുക്കാൻ സാവി ആഗ്രഹിച്ചിരുന്നെങ്കിലും ഫ്ലിക്ക് വരുന്നതോടെ ടോറസിന് പുതിയ തട്ടകം തേടേണ്ടി വരും. ടോറസിനെ വിറ്റ് പകരം സ്ട്രൈക്കറെ കണ്ടെത്താനാണ് ഫ്ലിക്കിന് താല്പര്യം. ടോറസിന് പകരം കിങ്സ്ലി കോമാൻ, ലിറോയ് സനെ എന്നിവരിൽ ഒരാളെ ബയേൺ മ്യൂണിക്കിൽ നിന്ന് പൊക്കാനായിരിക്കും പുതിയ കോച്ച് ശ്രമിക്കുക. വെറ്ററൻ ഡിഫൻഡർ സെർജി റോബർട്ടോയാണ് പട്ടികയിലെ രണ്ടാമൻ. 1 വർഷത്തേക്ക് കരാർ നീട്ടിയ റോബർട്ടോ പുതിയ കോച്ചിൻ്റെ വരവോടെ ബാഴ്സ വിടേണ്ടി വരും. ഓറിയൽ റൊമേയുവാണ് സ്ഥാനം നഷ്ടമാവുന്ന 3ാമത്തെ താരം. സീസണിൽ നന്നായി തുടങ്ങിയെങ്കിലും റൊമേയുവിന് സ്ഥിരതയോടെ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തിയാഗോ അൽക്കാൻഡ്രയെ പോലെ ഷാർപ്പായൊരു മിഡ്ഫീൽഡറെയാണ് ഫ്ലിക്ക് മധ്യനിരയിലേക്ക് പരിഗണിക്കുന്നത്. എന്തായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന് മുന്നേ ഫ്ലിക്കും ബാഴ്സ മാനേജ്മെൻറ്റും പുതിയ സ്ക്വാഡിൻ്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനത്തിലെത്തുമെന്ന് ഉറപ്പാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.